എന്റെ കുഞ്ഞേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല. ഒത്തിരി പ്രതീക്ഷ വരരുത്. പ്രതീക്ഷ വന്നാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. ഇങ്ങനെ നുണവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ച വീട്ടിൽ ഒരു ഇഞ്ച് മാറരുത്തിട്ടാ. ഒരാഗ്രഹം എന്ന് പറയുന്ന ആൾക്കാർ നല്ലതുകൂടെ പറയണമെന്നാണ്. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. അയ്യോ എന്റെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. എന്തോ ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. പറ്റും. ഞാനിപ്പോഴും റെഡിയാ. ഇപ്പോഴും ഒന്നുകൂടി കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ റെഡി. എനിക്ക് ലാലേ എന്താണ് ഇത്, മുഖത്ത് എന്തൊക്കെയാണ് അങ്ങേര് ചെയ്തു വെക്കുന്നത്? രോമാഞ്ചം കൊണ്ട് വിറച്ചു പോയതാ സാറേ. അത്രേ ഉള്ളൂ. നിങ്ങളൊരു സംഭവം കേട്ടോ സാറേ. ഇതൊക്കെ നിസ്സാരമല്ലേ? വീട്ടിലാ സാധനം. ഇന്റർവെലിന് ശേഷം പടം കയറിയാൻ കൊളുത്തുക. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം വന്നില്ല. ഇനി തെളിവൊന്നും വേണ്ടല്ലോ. വേണ്ട. ഇത് ഇയാൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാവുന്നില്ല. നമ്മള് ചിന്തിക്കുന്ന പോലൊന്നും അല്ല ഇയാൾ എഴുതുന്നത്. നിന്റെ തല ഭയങ്കര തന്നെ. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇതൊന്നും ഒന്നുമല്ല ബുദ്ധി ഇനി കാണാനിരിക്കുന്നത്. പിന്നെ ഈ പടത്തിലെ വില്ലൻ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ, എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ പൊള്ളിച്ചടിക്കും മോനെ. ഈ ക്യാരക്ടർ ചെയ്യാൻ എന്നും മലയാളം സിനിമയിൽ സുന്ദർദാസ് സാറല്ലാതെ വേറെ ആളില്ല. ആ കനൽ ഇതപ്പ കത്തിയിട്ടുണ്ട്. ഇനി അത് ആളാൻ പോവുകയാണ്. ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. സൂപ്പർ ക്ലൈമാക്സ് ആണ്. സൂപ്പർ. നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയാണ്. ലാലേട്ടൻ തകർത്തടിച്ചങ്ങനെ. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉഗ്രൻ അഭിനയോ. ഇനി ഇതിനപ്പുറം ഒരു പടം ഇല്ല. എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നുന്നു. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്റർവൽ ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. പേടിച്ചു പോയി. ഒന്നും പറയണ്ട. അയ്യോ രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യേണ്ട, വിശ്വസിച്ച് കാണാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ഫസ്റ്റ് 2 പാർട്ട് പോലെ തന്നെ നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു പാർട്ട്. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. എന്താ എന്റെ ഉദ്ദേശം? നീ ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു 4-ാം ഭാഗം 5-ാം ഭാഗം ഒക്കെ ഏൽക്കണം. നടപ്പുള്ള കാര്യം പോലും പറയാൻ. നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല. ഒരു രക്ഷയില്ല. വേണ്ടി ഇട്ടിരിക്കോ പടം. അതെ, ഇതൊരു ചെറിയ തുടക്കം മാത്രം. അത്രേ ഉള്ളൂ. അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ? ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം.